അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഈ ലോകത്തുള്ള എല്ലാ ജന്തു ജീവജാലങ്ങളുടെയും ആത്മാവ് ഒറ്റ ആത്മാവിൽ നിന്ന് വർദ്ധിച്ചുണ്ടായതാണ് എന്നുള്ളത് ബൈബിളും ഭഗവത്ഗീതയും ഖുറാനൊക്കെ പറയുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. മാത്രമല്ല ഈ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ സൃഷ്ടാവ് നിങ്ങൾക്ക് തരുന്നൊരു സന്തോഷ വാർത്ത ഉണ്ട്, അഥവാ ഒരു ഓഫർ ഉണ്ട്. അപ്പം അതെന്താണെന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് എല്ലാ വ്യക്തികളും കാണണം. നമ്മൾ സബ്ജക്റ്റിലേക്ക് പോവാം. അധ്യായം 7 സൂറ അൽ അഹ്റാഫ് 189 ആയത്താണ് പറയുന്നത്. ഒരൊറ്റ സത്തയിൽ നിന്ന് തന്നെ നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവനാണ് അവൻ, അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണകളെയും ഉണ്ടാക്കി. അത് സുമർ 39 അധ്യായത്തില് 6 ആയത്ത് പറയുന്നത്, ഒരൊറ്റ അസ്തിത്വത്തിൽ നിന്നും തന്നെ നിങ്ങളെ അവൻ സൃഷ്ടിച്ചു, അതിൻ്റെ ഇണയെയും ഉണ്ടാക്കി. ഇവിടെ രണ്ടും പറയുന്നത് നമ്മളെ ഒറ്റ അസ്തിത്വത്തിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന്. ഇനി ഭഗവത്ഗീതയിൽ എന്താ പറയുന്നത് നോക്കാം. അധ്യായം 13 ക്ഷേത്രജ്ഞ വിഭാഗയോഗ വാക്യം 31. എപ്പോഴാണോ ഓരോ ജീവിയുടെയും സത്ത ഏക വസ്തുവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതായും അതിൽ നിന്നാണ് അവയെല്ലാം വർദ്ധിക്കുന്നതെന്ന് ഒരുവൻ അറിയുന്നത്, അപ്പോൾ അവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴാണോ ഈ ഒരു സത്യം നമ്മൾ അറിയുന്നത്, അപ്പോൾ ബ്രഹ്മത്തെ പ്രാപിക്കുന്നുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. അധ്യായം 15 പുരുഷോത്തമ യോഗ വാക്യം 15. ഞാൻ സർവരുടെയും ഹൃദയത്തിൽ സന്നിധനാണെന്ന് എല്ലാ വേദങ്ങളിലും അറിയപ്പെടേണ്ടതും ഞാനാണ്. അധ്യായം 10 സർവഭൂതങ്ങളുടെയും ഉൽപ്പത്തി കാരണം ഞാനാണ്. അജരവും ചരവുമായ ഏതൊരു വസ്തുവയും എന്നെ കൂടാതെ ജീവിക്കുകയില്ല. സൃഷ്ടാവില്ലാതെ ഒരു വസ്തുവിനും ജീവിക്കാൻ കഴിയില്ല. അധ്യായം 18 മോക്ഷ സന്യാസി യോഗ വാക്യം 61. ഹേ അർജുന, ഈശ്വരൻ മായാൽ യന്ത്രത്തിൽ വെച്ചിരിക്കുന്ന പോലെ സർവ്വജീവികളെയും പ്രവർത്തിപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാ ഹൃദയത്തിൽ വസിക്കുന്നു. അപ്പൊ എല്ലാത്തിൻ്റെയും ഹൃദയത്തെ ചലിപ്പിക്കുന്നത് സൃഷ്ടാവാണെന്ന് വിശുദ്ധ ഖുറാനിലും പറയുന്നുണ്ട്, ഹദീസുകളിലും പറയുന്നുണ്ട്, ബൈബിളിലും പറയുന്നുണ്ട്, ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ഇനി അതിൽ തന്നെ സുമറിൽ 32 പറയുന്നത്, അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം പറയുകയും സത്യം തനിക്ക് വന്നെത്തിയപ്പോൾ അതിനെ നിഷേധിച്ചു തള്ളുകയും ചെയ്തവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ടെന്ന്. ഇവിടെ പറയുന്നുണ്ട്, സത്യം നിങ്ങൾക്ക് വന്നെത്തി കഴിഞ്ഞാൽ അതിനെ നിഷേധിച്ച് കളയുന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. നരകത്തിലല്ലയോ സത്യനിഷേധികൾക്കുള്ള പാർപ്പിടം. അപ്പോൾ ഈ സത്യം നിങ്ങൾക്ക് വന്നെത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർപ്പിടം നരകമാണെന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ 33 പറയുന്നത്, സത്യവും കൊണ്ടുവരികയും അതിൽ വിശ്വസിക്കുകയും ചെയ്തവരാരോ അത്തരക്കാർ തന്നെയാണെന്ന് സൂക്ഷ്മത പാലിച്ചവർ. അപ്പൊ ഈ സത്യം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് വിശ്വസിച്ചവർക്ക് സ്വർഗമുണ്ട്, സൂക്ഷ്മത പാലിച്ചവർ. അപ്പോൾ അവർക്ക് തങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്നത് എന്തോ അതുണ്ടായിരിക്കും, അത് തന്നെ സദൃഢർക്കുള്ള പ്രതിഫലം. അപ്പോൾ നാളെ സ്വർഗത്തിൽ നമുക്കെല്ലാം ലഭിക്കുന്നു പറയുന്നുണ്ട്, സന്തോഷം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്വീകരിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, എന്നാൽ അത് നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നരകമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി അതിൽ 35 പറയുന്നത്, അവർ പ്രവർത്തിച്ചതിൽ ഏറ്റവും ചീത്തയായതുപോലും അള്ളാഹു അവരിൽ നിന്ന് മായ്ച്ചു കളയുകയും അവർ പ്രവർത്തിച്ചതിൽ നിന്നും ഏറ്റവും ഉത്തമമായതനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. അപ്പൊ ഇത് വിശ്വസിക്കുന്നവരോട് പറയാണ്, നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ നിങ്ങൾക്ക് മാപ്പാക്കി തരുമെന്ന്, എന്നിട്ട് നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതേ അർത്ഥം പറയുന്നതാണ് അധ്യായം 18 മോക്ഷ സന്യാസി യോഗ വാക്യം 71 പറയുന്നുണ്ട്. ഈ രഹസ്യം അഥവാ ഈ സത്യം അഥവാ ഹൃദയത്തില് സൃഷ്ടാവ് വസിക്കുന്നുണ്ടെന്നും എല്ലാത്തിൻ്റെയും ആത്മാവ് അവനിൽ നിന്നാണെന്നൊക്കെ നമ്മൾ അറിയുന്ന ഈ ഒരു രഹസ്യത്തെ പറ്റി പറയുന്നുണ്ട്. അവ അറിയുന്ന സമയത്ത് നിങ്ങൾ അസൂയ ഇല്ലാതെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാ പാപങ്ങളും ഞാൻ മായ്ച്ചു കളയുകയും ശുഭലോകം നിങ്ങൾക്ക് നൽകുമെന്നും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അത് വിശ്വസിക്കാത്തവരോ അസൂയുള്ള ആളുകളോട് അല്ലെങ്കിൽ പരിഹസിക്കുന്നവരോടോ അത് പറയരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം എന്താ, അങ്ങനെ പരിഹസിക്കുന്നവർക്ക് നരകാണെന്നും ഭഗവത്ഗീതയും പറയുന്നുണ്ട്. അപ്പം ഈ ഒരു സത്യം നിങ്ങളിലേക്ക് വന്നെത്തുമ്പോൾ നിങ്ങളത് ചിന്തിക്കുക, ഞാനിത് എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ സ്വീകരിക്കേണ്ടതെന്ന് നല്ല വ്യക്തമായിട്ട് ആദ്യം നിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിന്ന് പഠിച്ചിട്ട് വേണം. പിന്നെ ഒരു കാര്യം, ഞാൻ നിങ്ങളെ മുന്നിൽ എന്ത് തന്നെ പറഞ്ഞാലും അത് സത്യമാണോ എന്ന് നിങ്ങൾ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിന്ന് പഠിക്കണം, എന്നിട്ട് മാത്രം അത് വിശ്വസിക്കാൻ പാടുള്ളൂ. കാരണം എൻ്റെ കൈകളിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെയും കൂടെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്
അത് നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം അത് പഠിക്കണം. കാരണം എൻ്റെ വിശ്വാസമാണ് അത് ശരിയായിരിക്കുന്നത്, പക്ഷെ അതിൽ തെറ്റുണ്ടോ എന്നുള്ളത് സൃഷ്ടാവിന് മാത്രം അറിയുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ തരുന്ന ഏത് ഖുറാനായാലും ബൈബിളായാലും ഭഗവത്ഗീത ആയാലും അത് നിങ്ങളൊന്ന് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇത് സത്യം തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം. ഈ അധ്യായം നിങ്ങൾക്ക് നോക്കിയാൽ ഈ കാര്യങ്ങൾ അറിയാം. മോക്ഷ സന്യാസി യോഗ വാക്യം 60 മുതൽ 71 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ ഖുറാനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ യഥാർത്ഥ ഗ്രന്ഥങ്ങൾ എന്താണെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അപകടമാണ് നമുക്ക് ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഓർക്കുക. അസ്സലാമു അലൈക്കും.